സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സൂര്യഗായത്രിയുണ്ട് തലസ്ഥാനത്തു നിന്നും വിവരങ്ങളുമായി. സൂര്യ, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തന്നെയാണോ ഈ ഒരു മുന്നറിയിപ്പുകളിലേക്കൊക്കെ നയിച്ചത്? തീർച്ചയായിട്ടും കാളിദാസ്, ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ടൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ജാഗ്രത പൊതുജനം പാലിക്കണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതായത് ചൂട് കുറയുന്നു, വേനൽക്കാലത്തിനൊരു ശമനമുണ്ടാകുന്നു, മഴക്കാലം എത്തുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പങ്കുവെക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ, രാവിലെ സമയങ്ങളിൽ അതിശക്തമായ ചൂടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ സമയങ്ങളിൽ ആ ചൂടിനെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്, അതിൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യും എന്നുള്ളത് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൊതുജനം പാലിക്കണം. മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കണമെന്നുള്ളതും ഈ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പങ്കുവച്ചിട്ടുള്ള മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ തെക്കൻ ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴ ഒറ്റപ്പെട്ട എല്ലാ ജില്ലകളിലും, എല്ലാ പ്രദേശത്തും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതലുകളൊക്കെ തന്നെ പൊതുജനം പാലിക്കണമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.